ഗുഡ് മോർണിംഗ് സാജൻ സാറേ. എം ഡിയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഹൃദയഭേദകമാകാത്ത രീതിയിലേക്ക് അയാളുടെ ജീവിതം അവസാനിക്കുമ്പോഴാണ്. എനിക്കെന്തുകൊണ്ടോ അയാളെ ഇഷ്ടപ്പെടാൻ സാധിച്ചിരുന്നില്ല. അയാൾ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മകളെ ഡാൻസ് പഠിപ്പിക്കാമെന്ന സ്ത്രീയെ കല്യാണം കഴിച്ച് ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ച് അവരുടെ ജീവിതം നരകപൂർണ്ണമാക്കിയ ഒരാളാണ് എം ഡി. അതുകൊണ്ട് തന്നെ എനിക്ക് എം ഡി ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. മറ്റുള്ളവർക്ക് ഇഷ്ടമായിരിക്കാം, മറ്റുള്ളവർക്ക് ആയിരിക്കാം. ഓക്കെ, അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എം ഡിയെ പറ്റി പ്രചരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇത്. പറഞ്ഞ ആളാരാണെന്നറിയില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ശബ്ദ സന്ദേശമാണ്. ഇതിനകത്ത് പറയുന്ന എം ഡി കല്യാണം കഴിച്ചു, അതിനുശേഷം വേറെ ഒരു ഭാര്യയുമായിട്ട് താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എം ഡിയെ സംബന്ധിച്ച് എം ഡി ആദ്യമേ കല്യാണം കഴിച്ച് കാണും, അത് ഉപേക്ഷിച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീയുമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ച് കാണും. അതൊക്കെ എം ഡിയുടെ വ്യക്തി ജീവിതം. അതുകൊണ്ട് പുള്ളിക്ക് എം ഡിയെ ഇഷ്ടമല്ല എന്നാണ് ഈ പറയുന്ന ആൾ പറയുന്നത്. അത് പുള്ളിയുടെ കാഴ്ചപ്പാടാകും. കാരണം ഈ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ പുള്ളിയുമായിട്ട് അടുത്ത ബന്ധമുള്ളതാകാം, അവരുടെ ബന്ധുവാകാം, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന വേദന നേരിട്ടറിയാവുന്ന വ്യക്തികളാകാം. അങ്ങനെയുള്ളവർക്കെല്ലാം എം ഡി ഇഷ്ടപ്പെടാതിരിക്കും. അത് അവരുടെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താം. ഇപ്പോൾ എം ഡി എന്ന് പറയുന്ന വ്യക്തി മലയാള സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവന മനസ്സിലാക്കിയാണ് നമ്മൾ എം ഡി ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ എം ഡിയുടെ വ്യക്തി ജീവിതം എന്താണെന്ന് ഒളിഞ്ഞു നോക്കി എം ഡി ഇഷ്ടപ്പെടുന്നവരല്ല നമ്മൾ. എം ഡി ഭാര്യ ഉപേക്ഷിച്ചത് അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. എം ഡി പണ്ട് മഹാകുടിയനായിരുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എം ഡി ആ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വലിയ കഷ്ടപ്പെട്ടാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടെന്നാൽ എം ഡി ഇഷ്ടപ്പെട്ടേക്കാമെന്നില്ല. അദ്ദേഹം സാഹിത്യത്തിന് നൽകിയ സംഭാവന അനുസരിച്ചാണ് നമ്മളെ എം ഡി ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഉപയോഗിച്ച് എം ഡി മലയാള സാഹിത്യത്തിലെ എന്താ പറയുന്നത്, ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിനോടും. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും കാണും, എന്നാലും സാഹിത്യത്തിൽ അദ്ദേഹത്തെ ആരും അങ്ങനെ എതിർക്കത്തില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആദരാഞ്ജലി അർപ്പിച്ച് ഒരു നല്ല വിടവാങ്ങൽ കൊടുക്കുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ആകെ തെറ്റിയിരിക്കുന്നു എന്നതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിയുമ്പം എം ഡിയുടെ കുറ്റങ്ങൾ പറയാൻ അദ്ദേഹം മരിക്കുന്നതിൻ്റെ വേണ്ടി കാത്തിരുന്നവരുടെ ഒരു എണ്ണം വളരെ വളരെ വലുതാണ്. എം ഡി മരിച്ചതിന് ശേഷം ഒരാൾ മരിച്ചു. നമ്മളുടെ കേരളത്തിൻ്റെ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ എന്താ പ്രബുദ്ധ കേരളം എന്നൊക്കെ വാഴ്ത്തി പാടാറുണ്ട്. അപ്പോൾ ഒരു മരിച്ച ഒരു വ്യക്തിക്ക് സ്നേഹപൂർവ്വം വിടവാങ്ങൽ, അദ്ദേഹവുമായിട്ട് പല പല തർക്കങ്ങളോ പല പല പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹപൂർവമായൊരു ഒരു യാത്രയപ്പാണ് നമ്മൾ നൽകേണ്ടത്. അത് വാക്കുകൾ കൊണ്ടാകാം, നേരിട്ട് പോയി ആകാം. അതൊക്കെയാണ് നമ്മുടെ ഒരു സംസ്കാര ചിന്ത. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് മരിച്ചു കഴിയുമ്പോൾ അതങ്ങ് തീരുമെന്നാണ്. പക്ഷെ പലർക്കും ഇവിടെ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എം ഡി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവരെല്ലാം കമൻറ്റ് ഇടാമെന്ന് തോന്നുന്നു. എം ഡിക്കെതിരെ അത്രയ്ക്ക് എന്താ പറയുന്നത്, മോശപ്പെട്ട പല കമൻറ്റുകളും ഞാൻ കണ്ടു. അതിലെ ചിലത് ഞാൻ വായിക്കാം. കപട സാംസ്കാരിക ലോകം പാടിപ്പുകഴ്ത്തിയ ഒരു സവർണ നായർ എഴുത്തുകാരനും കൂടി അവസാനിക്കുന്നു. സവർണ ജാതി മേൽക്കോയ്മകൾ കുത്തിനിറച്ച ക്ഷുദ്ര കൃതികളുമായി ഇനി ഒരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്ന കമൻറ്റ്. അപ്പം എം ഡിയുടെ സവർണ നായർ എഴുത്തുകാരൻ എന്നാണ് എം ഡി വിശേഷം. അത് ഞാൻ പറഞ്ഞില്ലയോ, പുള്ളിയുടെ താല്പര്യം, എഴുതിയേക്കുന്നതിൻ്റെ താല്പര്യം. എം ഡിയുടെ കൃതികളെ വിമർശിക്കരുത് എന്ന് പറയില്ല. സവർണ ചിന്തകൾ കാണാം എം ഡിയുടെ കൃതികളിൽ. അതുകൊണ്ട് അത് മോശപ്പെട്ട പ്രവണതയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അതിലെ കഥാപാത്രത്തിൻ്റെ കാഴ്ചപ്പാട്, അതിൽ ആ വ്യക്തി ആരെയാണോ നോവൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ സവർണ കാഴ്ചപ്പാടാകാം. അത് ചിലപ്പോൾ എഴുത്തുകാരൻ്റെയും ആകാം. അത് ആ പുസ്തകത്തെ നമുക്ക് വിമർശിക്കാം, എഴുത്തുകാരനെ വിമർശിക്കാം 100%. അത് അദ്ദേഹം മരിക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. മരിക്കുന്നതിന് മുമ്പ് വിമർശിച്ചോളൂ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് മാത്രം വിമർശിക്കാൻ വേണ്ടി കാത്തിരുന്നത് എനിക്ക് മനസ്സിലാവാത്തത്.
അത് ഒരു ദുഷ്ടലാക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ പറയുന്നു, ഇനിയും ഇതുപോലുള്ള ഒരാൾ ക്ഷുദ്ര കൃതികളുമായി ഇനി ഒരാൾ ഈ മണ്ണിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയും. ഒരു തരത്തിൽ ഏത് പുസ്തകങ്ങളായാലും ഒരു തരത്തിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടും, ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് നോക്കിയാണ് പുസ്തകത്തിൻ്റെ നിലവാരം നമ്മൾ നിശ്ചയിക്കുന്നത്, അല്ലേ? അല്ലാതെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പുസ്തകം മഹത്തരമല്ലാതെ ആകുന്നതേ ഇല്ല. അപ്പം വേറെ ഒരാളുടെ കാഴ്ചപ്പാട് അതിലും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്. വെളിച്ചപ്പാടിനെ കൊണ്ട് ദേവിയുടെ മുഖത്ത് കാല് തുപ്പിയവനെ അവസാനം ഈ തിരുനടയിലെത്തിച്ച ദേവിയാണ് എൻ്റെ സൂപ്പർ ഹീറോ എന്ന്. അപ്പോൾ ദേവിയെ കൂട്ടുപിടിച്ചേക്കുക. എനിക്ക് തോന്നുന്നു നിർമാല്യം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരു രംഗം ചൂണ്ടിക്കാണിച്ചാണ് ഇത് പറയുന്നത്. ദേവിയുടെ മുഖത്ത് കാക്കി തുപ്പിക്കുന്ന വെളിച്ചപ്പാടാണെന്ന് തോന്നുന്നു അതിലെ കഥാപാത്രം. അത് ആ വ്യക്തിയുടെ, ആ കഥാപാത്രത്തിൻ്റെ മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ചെയ്തു പോകുന്ന, അത് ഒരു നിമിഷത്തെ ഒരു സംഭവമാകാം. അതിത്ര എന്താ പറയുക, പർവ്വതീകരിച്ച് ദേവിയുടെ മുഖത്ത് കാക്കിച്ച് തുപ്പി അത് സംവിധായകൻ്റെ സൃഷ്ടി എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം സത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഇത്രയ്ക്ക് സങ്കുചിതമായ ചിന്താഗതിയാണോ മലയാള സമൂഹത്തിൻ്റെ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ നിർമാല്യം പോലുള്ള ഒരു സിനിമ ഇന്നിറക്കിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് ഇറക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ദേവിയുടെ തിരുനടയിലെത്തിച്ച ദേവിയാണ് എൻ്റെ ഹീറോ എന്ന് പറയുന്നു. MD വാസുദേവൻ നായർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും താൻ ക്ഷേത്രവിശ്വാസി അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ദൈവവിശ്വാസി തന്നെ ആയിരുന്നു. അദ്ദേഹം പലപ്പോഴും അമ്പലങ്ങളിൽ പോകാറുണ്ട്, തൊഴാറുണ്ട്. അപ്പം അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ തൊഴുന്നതോ ദേവനെ തൊഴുന്നതൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അങ്ങനെ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് മൊത്തം ഈ ആരാധനയ്ക്കെതിരാണ്, അല്ലെങ്കിൽ ദൈവത്തിനെതിരാണെന്നുള്ള ചിന്താഗതി ബാലിശമാണ് എന്ന് എനിക്ക് ഈ വ്യക്തിയോട് പറയാം. ഇനിയും വേറെ ഒരാളുടെ കാഴ്ചപ്പാടാണ്. എന്താണ് ഇദ്ദേഹം ഇത്രമേൽ വാഴ്ത്തപ്പെടാൻ നാടിന് നൽകിയ സംഭാവന? പുള്ളിക്കറിയേണ്ടത് നാടിന് MD വാസുദേവൻ നായർ എന്ത് സംഭാവന നൽകി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും അവനറിയാതെ നാടിന് എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകിക്കൊണ്ടേയിരിക്കും, അല്ലേ? അത് ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല. നാളെ ആയിരിക്കാം ലോകം നമ്മളെ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മളിലൂടെ നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കളിലൂടെയോ കൊച്ചുമക്കളിലൂടെ സാധിച്ചെന്നിരിക്കും. അതൊക്കെ ഓരോ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിന് യാതൊരുവിധ സംഭാവനയും നൽകിയില്ല എന്നർത്ഥമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ MD സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അദ്ദേഹത്തിൻ്റെ കൃതികൾ എത്ര പേർക്ക് ഇഷ്ടം? ഈ എത്ര പാഠപുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്? അതൊന്നും പാടില്ല, അദ്ദേഹം സംഭാവനയെ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെ ലോകോത്തര കൃതികൾ തന്നെയാണ് ഇതിന് അദ്ദേഹം നാടിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയേണ്ടി വരും. അതുപോലെ വേറെ ഒരാൾ ചോദിക്കുന്നത്, ഹൈന്ദവ സമൂഹത്തെ അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇത്രയും വക്രീകരിച്ച് കാശുണ്ടാക്കിയ മറ്റൊരു സംവിധായകനില്ല, എങ്കിലും ചത്തവന് ആദരാഞ്ജലികൾ നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതിയേക്കുന്ന വാചകമാണ് അതിലും എനിക്ക് രസകരമായി തോന്നിയത്. ഓം ശാന്തി. ഓം ശാന്തി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥമുണ്ടല്ലോ, എത്ര പറഞ്ഞാലും തീരാത്തത്ര, എന്താ പറയുന്നത്, അനേക തലങ്ങളിലേക്ക് പോകുന്നൊരു വാക്കാണ് ഈ ഓം ശാന്തി എന്ന് പറയുന്നത്. അതിന് നിർവഹിച്ച് കഴിയാൻ പറ്റാത്തത്രയുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നത് ഓം ശാന്തി വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, എങ്കിലും ചത്തവൻ ആദരാഞ്ജലികൾ നേരിടുന്നതാണ്. സത്യം പറഞ്ഞ പുള്ളിയുടെ ആദരാഞ്ജലികൾ ആർക്ക് വേണം? അല്ലെങ്കിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വ്യക്തികൾ, ഇപ്പം ഇനി നമ്മളെപ്പോലെന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് നാളത്തേക്ക് പോകും, അല്ലേ? അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് വേദന ചെന്നിരിക്കും. പക്ഷേ MD പോലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാലും
ഈ കേരളമുള്ള കാലത്തോളം അദ്ദേഹം പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും, ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾ എം ഡിയുടെ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുകൊണ്ടേയിരിക്കും, അദ്ദേഹത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് എത്ര പേർക്ക് അവകാശപ്പെടാൻ പറ്റും? നമുക്ക് അവകാശപ്പെടാനേ പറ്റില്ല. അതാണ് പുള്ളി ഈ നമ്മുടെ നാടിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത്. ഈ ഓം ശാന്തി എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു മനസ്സിലൊരു ചിന്താഗതിക്ക് ഒരിക്കലും അർഹനല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓം ശാന്തിയിൽ വിശ്വസിക്കുകയും ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിലെ ശാന്തിക്ക് യാതൊരുവിധ എന്താ പറയുക പ്രാധാന്യമില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള പല പല കമൻറ്റുകളുമായിട്ട് എം ഡി വാസുദേവൻ നായരെ ഇകഴ്ത്താൻ പറ്റുന്നതിൻ്റെ പരമാവധി ഇതൊന്നുമല്ല, ഒത്തിരിയുണ്ട്. ചിലവർക്കറിയുന്ന എം ഡി വാസുദേവൻ നായർ എന്നും ഓരോരുത്തർ ചാവുന്നില്ലേ, പുള്ളിക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് ചിലർക്കറിയുന്നത്. അപ്പം അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എം ഡി എന്താണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ ഈ കമൻ്റ് ഇട്ടുന്നവർ തയ്യാറാണ്. എങ്കിൽ മാത്രമേ എം ഡി വാസുദേവൻ നായർ ആരാണെന്നറിയൂ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി പല വിമർശനങ്ങളും ഉണ്ടാകും, എനിക്കും ഉണ്ടാകാം. അദ്ദേഹം തികഞ്ഞ ഒരു മുൻകോപിയാണ്, ആരെ അടുപ്പിക്കത്തിന്, ആരോടും ഇടപെടാൻ പറ്റത്തില്ല, ഭയങ്കര മൂശേട്ടയാണെന്നൊക്കെ പലരും പറയാറുണ്ട്. ഇടപെട്ടവർ പലരും പറയാറുണ്ട്. എന്നതുകൊണ്ട് അദ്ദേഹം വ്യക്തിജീവിതത്തിൽ അദ്ദേഹം വ്യക്തിപരമായി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ചു വേറൊരു ഭാര്യയെ കല്യാണം കഴിച്ചതുകൊണ്ട്, ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വേറെ ഒരാളെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ വ്യക്തിപരമായ ജീവിതമാണ്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് വിവാഹം എന്ന് പറയുന്നത്. അത് രണ്ടുപേർക്കും താല്പര്യമില്ലെങ്കിൽ രണ്ടുപേരും ഒഴിഞ്ഞു പോവുക എന്നുള്ളതില്ല. അല്ലാതെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിച്ച് അല്ലാതെ ചില്ലറ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ജീവിതം ഒന്നേ ഉള്ളൂ, അത് സന്തോഷമായിട്ട് ജീവിക്കുക. പലരും ഇത് വലിയ കുഴപ്പമില്ലാതെയൊക്കെ മുന്നോട്ട് പോകും. കല്യാണം കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞു പോകും. ചിലവർക്ക് താല്പര്യമില്ലാത്ത കല്യാണം വഴി, പ്രത്യേകിച്ച് സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായൊരു കാഴ്ചപ്പാടുണ്ട്, അതിനനുസരിച്ചാണ് അവർ നീങ്ങുന്നത്. പിന്നെ മദ്യപാൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. എം ഡിയുടെ ജീവിതവും എം ഡിയുടെ മരണവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഈ കൂട്ടിയിണക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകില്ല. അപ്പോൾ ചിലവർക്ക് എം ഡി വാസുദേവൻ നായരുടെ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമല്ല. പക്ഷേ ഇഷ്ടമായി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ലേ, വിമർശിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് മരണത്തിനാകരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. മരണത്തിലെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടുക, അദ്ദേഹത്തിന് ഉചിതമായ യാത്രയപ്പ് നൽകി, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കട്ടെ അല്ലേ. അദ്ദേഹം ഇത്രയൊക്കെ നല്ല പുസ്തകങ്ങൾ തന്നിരിക്കുന്നു, അതിലൂടെ അദ്ദേഹം ജീവിക്കട്ടെ. നാലുകെട്ടായാലും രണ്ടാം മുഴവായാലും കാലമായാലും അസുരവിത്തായാലും എന്തിനേറെ എത്രയോ തിരക്കഥകൾ, വടക്കൻ വീരകഥ, സതയം, അമൃതംഗമയ എന്ന് വേണ്ട എത്രയോ സിനിമകൾ. അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കും, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതം വെറുതെ വിടുക. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.